സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്. അതായത് കൂർക്കം വലിയോട് കൂടി ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥ. അപ്പോൾ അതിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഭാവിയിൽ അത് കോംപ്ലിക്കേഷൻസിന് ഇടയാക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തതാണ് ഡയബറ്റിക്സ്. പക്ഷെ അതിലും ഉപരി കൂടുതൽ പേർക്കും കണ്ടുവരുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസ് ലൈക്ക് അരിത്തീമിയാസ്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വരെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. എങ്ങനെയാണ് ഈ സ്ലീപ്പ് അപ്നിയ ഹൈപ്പർ ടെൻഷനിൽ ഉണ്ടാക്കുന്നത്? കൂർക്കം വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജന്റെ ലെവലാണ് കുറയുന്നത്. അങ്ങനെ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴത്തേക്കും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഒരുപാട് നെർവ് സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. ദാറ്റ് നമ്മുടെ പ്രഷർ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ടുള്ളതാണ് സിമ്പത്തറ്റിക് വാസോ നെർവ് എന്ന് പറയുന്ന സാധനം. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് കൺസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്കും BP കൂടുന്നു. അങ്ങനെയാണ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് കോസസ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ പേഷ്യന്റിന്റെ ഉറക്കക്കുറവും BP കൂട്ടുന്നതിന് കാരണമാകും. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ സ്ട്രോക്ക് ആണ്. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഓക്സിജന്റെ ഫ്ലോ കുറയുന്നത് കാരണം, അല്ലെങ്കിൽ ഓക്സിജന്റെ ഡ്രിപ്പ് കാരണം വാട്ട് വിൽ ഹാപ്പൻ, നമ്മുടെ ബ്രെയിനിലേക്ക് ഇനഫ് ഓക്സിജനേഷൻ കിട്ടുന്നില്ല. അപ്പോൾ ദർ ഇസ് മോർ ചാൻസ് ഫോർ ബ്രെയിൻ ഇഞ്ചുറി. അപ്പോൾ അത് പിന്നീട് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുന്നു. അതുവഴി നമുക്ക് സ്ട്രോക്കിലേക്ക് അത് കാരണമാകുന്നു. പിന്നെ മൂന്നാമത്തത് വരുന്നതാണ് കാർഡിയാക് ഇഷ്യൂസ്. അതും ഈ പറഞ്ഞതുപോലെ ഓക്സിജന്റെ കുറവ് കൊണ്ട് തന്നെ നമ്മുടെ കാർഡിയാക് മസിൽസിന്റെ വർക്ക് ലോഡ് കൂടുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആർട്ടറിയൽ ഫിബ്രിലേഷൻ, ടാക്കികാർഡിയ, MI പോലത്തെ മാരകമായ കോംപ്ലിക്കേഷൻസ് നമ്മൾ തുടക്കത്തിലെ നോക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്നത്.